ഹായ് ഓൾ, ഇൻഫോ ക്യാമ്പസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇൻഫോ ക്യാമ്പസിൻ്റെ ഒരു പുതിയ കോഴ്സിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. ഓക്കെ, അപ്പം ഇത് ഒരു വേൾഡിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇതുവരെ ആരും ചെയ്യുന്നില്ല, നമ്മളാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് ഒരു 100% അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്താണ് ഈ മെൻറ്റർഷിപ്പ് എന്നത്. മെൻറ്റർഷിപ്പ് എന്നത് നമ്മളതിൻ്റെ ഡെഫിനേഷനൊക്കെ നിങ്ങൾ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു എക്സ്പേർട്ട് അവരുടെ നോളജും അവർ ഇതുവരെ ഗെയിൻ ചെയ്തിരിക്കുന്ന എക്സ്പീരിയൻസും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന, നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ അതേപോലെ തന്നെ ഡെലിവർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് അവർ ചിലപ്പോൾ ഒരു 10-20 വർഷങ്ങൾ കൊണ്ട് ഗെയിൻ ചെയ്ത നോളജ്, അതിൻ്റെ ഒരു കോർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് ഡെലിവർ ചെയ്യണം. അത് ചിലപ്പോൾ ഒരു 5 മാസം കൊണ്ടോ 6 മാസം കൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതോടുകൂടി, ഈ ഒരു 6 മാസത്തെ പ്രോഗ്രാം ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു 5 വർഷമോ അല്ലെങ്കിൽ ഒരു 10 വർഷമോ ഉള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു നോളജും അതിൻ്റെ സ്കിൽസും നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തത് ഏകദേശം ഒരു 1 ഇയറോളമുള്ള ഒരു എഫേർട്ടാണ്. ഓക്കെ, ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കോർ ആർക്കിടെക്ട്സ് ആയിട്ടുള്ള, അതായത് പല കമ്പനികളിലും L4 അല്ലെങ്കിൽ എബോവ്, അതായത് ഒരു ടെക്നിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ സീനിയർ ടെക്നിക്കൽ ഡയറക്ടർ ആ ലെവലിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിൻ്റെ ഒരു ഗൈഡൻസിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും 2 കൂട്ടരുടെ പെയിൻ പോയിൻറ്റ്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കമ്പനിക്ക് നമുക്ക് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഈ കമ്പനികൾക്ക് അവർക്ക് വേണ്ട റിസോഴ്സ്ഫുള്ളായിട്ടുള്ള എൻജിനീയേഴ്സിനെ കിട്ടാൻ വേണ്ടി അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, സപ്പോസ് അവർക്ക് L1 എൻജിനീയേഴ്സിന് ആവശ്യമുണ്ടാവും, L2 എൻജിനീയേഴ്സിന് ആവശ്യമുണ്ടാവും, ഇനി L3 എൻജിനീയേഴ്സിന് ആവശ്യമുണ്ടാവും, ഇനി L4 അല്ലെങ്കിൽ ആർക്കിടെക്ട് ലെവലിലുള്ള ആൾക്കാർ ആവശ്യമുണ്ടാവും. ഇവരൊക്കെ ഓപ്പണിംഗ് ഉണ്ടാകുന്ന സമയത്ത്, ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത്രയും സ്കിൽഫുള്ളായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നില്ല. എങ്കിലും അവർ എന്ത് ചെയ്യാണ്, അതിനകത്ത് ഓൾറെഡി ഉള്ളവരിൽ ബെറ്റർ ആയിട്ടുള്ളത് ആരാണോ അവരെ വെച്ചിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊജക്റ്റ് നമുക്കൊരു 1 ഇയർ കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ചിലപ്പോൾ എന്താവും, ചിലപ്പോൾ അതിലും കൂടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 6 മന്ത്സ് കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് ചിലപ്പോൾ കാരണം കാരണം എന്താണ്, അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ നെറ്റ്വർക്കിംഗ് കമ്പനികളുടെ ഒരു പെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ വേണം, പക്ഷേ അത് ഫില്ല് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ പ്രസൻറ്റ് അക്കാഡമിക് പ്രോഗ്രാമിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേപോലെ തന്നെ നമ്മൾക്കറിയാം, നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരുപാട് പേര് ബിടെക് കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ BCA കഴിഞ്ഞിട്ടും അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടും ഡിപ്ലോമ കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് എൻജിനീയർമാരും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരിൽ പലരും നെറ്റ്വർക്കിങ്ങിന് അകത്തുള്ള സാധ്യതകൾ മനസ്സിലാക്കി, അതിനകത്തുള്ള സാലറി ലെവൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കോഴ്സുകളായിട്ടുള്ള CCNA അല്ലെങ്കിൽ CCNP
അല്ലെങ്കിൽ CCIE അല്ലെന്നുണ്ടെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, AWS, മൈക്രോസോഫ്റ്റ് അഷ്വർ, പിന്നെ എന്താ പറയുക ഫയർവാൾ കോഴ്സുകൾ, ഇങ്ങനെയുള്ള പല പല കോഴ്സുകളും ചെയ്തിട്ട് അവരും ഇറങ്ങുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവർക്ക് നല്ല ഒരു കമ്പനിയിൽ സെലക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവർ ഗെയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു നോളജ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതായത് ലൈവിൽ എങ്ങനെയാണ് ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് ഒരു ക്ലിയർ നോളജ് ഇവർക്കില്ല. ഇവർക്ക് ശരിക്കും ഇങ്ങനെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് ബുക്കിഷ് നോളജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ബുക്കിൽ നിന്നും അവർ തിയറി പഠിച്ചിട്ടുണ്ടാവും, അതേ തിയറി വെച്ചിട്ട് അവർ പല പ്രാക്ടിക്കൽസ്, റൂട്ടറും സ്വിച്ചസും ഫയർവാൾസും ഒക്കെ വെച്ചിട്ട് പല കേസ് സ്റ്റഡീസും അല്ലെങ്കിൽ സിനാരിയോസും ഒക്കെ അവർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ലൈവിൽ ഇതെങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഇതിന് എന്തൊക്കെ ടൂൾസാണ് വരുന്നത്, ടിക്കറ്റിംഗ് എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ മോണിറ്ററിങ് എങ്ങനെയാണ്, മീൻസ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ഐഡിയ ഇവർക്കില്ല, ആ ഒരു നോളജ് ഇവർക്കില്ല. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടെ ഈ കമ്പൈൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളുടെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം. ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഒന്നുകിൽ CCNA, അറ്റ്ലീസ്റ്റ് CCNAയോ MCSEയോ ഇങ്ങനെയുള്ള നെറ്റ്വർക്കിങ്ങിൻ്റെ ഏതെങ്കിലും, അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ബേസിക് നോളജ് ഉള്ളവർക്കാണ് ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് നമ്മൾ എൻട്രി കൊടുക്കുന്നത്. ഓക്കെ, ഒരു ജസ്റ്റ് എന്താ പറയുക, ഒരു സ്ക്രീനിങ് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഓക്കെ, ആ സ്ക്രീനിങ് ഇൻ്റർവ്യൂവിലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻട്രി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഇൻഫോ ക്യാമ്പസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്, അതായത് ഡാറ്റ നെറ്റ്വർക്ക് എഞ്ചിനീയറിങ്ങും സെക്യൂരിറ്റി എഞ്ചിനീയറിങ്ങുമാണ്. ഓക്കെ, നെറ്റ്വർക്ക് സൈഡിലും സെക്യൂരിറ്റി സൈഡിലും ഉള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പം ഈ ഇതിനകത്ത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ CCNA നോളജ് ഉള്ള ഒരാളാണ്. ഓക്കെ, CCNA നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, CCNA ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റഡ് ആണ് എന്ന് വിചാരിക്കുക. കോഴ്സ് കംപ്ലീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷർ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഈ ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ L1 ലെവലിലേക്കുള്ള ഇതിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ L1 പ്രോഗ്രാമിൽ നമ്മൾ ഒരു L1 നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ പ്രോഗ്രാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഈ പ്രോഗ്രാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ ഒരു കമ്പനിയിൽ L1 എഞ്ചിനീയർ ആയിട്ട് ഏകദേശം ഒരു 1 ഇയർ 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു L1 എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്പനിയിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ നിങ്ങളെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളെ ഇറക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ L1 പ്രോഗ്രാമിൽ നമുക്ക് എന്താ പറയുക, നിങ്ങളൊരു L1 എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള ടിക്കറ്റിംഗ് ആയിക്കോട്ടെ, മോണിറ്ററിങ് ആയിക്കോട്ടെ, നിങ്ങളുടെ വർക്ക് സെറ്റ് എന്തായിരിക്കും, ഇപ്പോൾ റൂട്ടർ എങ്ങനെ നിങ്ങൾ അതായത് ഒരു സെക്യൂരിറ്റി നെറ്റ്വർക്ക് എങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ റൂട്ടിംഗ് നെറ്റ്വർക്ക് എങ്ങനെ നിങ്ങൾ മോണിറ്റർ ചെയ്യും, അല്ലെങ്കിൽ സ്വിച്ച് എൻവയോൺമെൻറ്റ് നിങ്ങൾ എങ്ങനെ മോണിറ്റർ ചെയ്യും, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ട്രബിൾസ് ഉണ്ടാവുക, ഇങ്ങനെ ഒരു ട്രബിൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളതിന് അത് സോൾവ് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് വരും. ഓക്കെ, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള വെബിനാറുകൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ മാസങ്ങളും എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ വെബിനാർസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായി, ഇതിനകത്ത് എന്തൊക്കെ ടൂൾസാണുള്ളത്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആ ഒരു സെമിനാറിൽ അല്ലെങ്കിൽ വെബിനാറിൽ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവും നിങ്ങൾക്ക്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് എൻജിനീയർമാർ, ഇപ്പോൾ നിങ്ങൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ L1 മെൻറ്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് കൂടാതെ L2 എൻജിനീയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുണ്ട്. ഓക്കെ, ആ പ്രോഗ്രാമിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുന്നത് എന്ന് പറയുന്നത്
L1-ൽ വർക്ക് ചെയ്ത് ഓൾറെഡി നിങ്ങൾ L1-ൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് CCN ഉണ്ടാവാം, CCN സർട്ടിഫിക്കറ്റ്സ് ഇപ്പോൾ എക്സ്പയർ ആയി പോയിട്ടുണ്ടാവും. പക്ഷേ L1-ൽ ഒരു 1-2 ഇയർ വർക്ക് ചെയ്തിട്ടും L2-ലേക്ക് മാറാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് 5 ഇയേഴ്സൊക്കെ L1-ൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും നമ്മൾ ഒരു 1 ഇയർ 2 ഇയർ L1-ൽ നിന്നിട്ട് പിന്നെ നമ്മൾ L2-ലേക്ക് മാറണം. അപ്പോൾ അങ്ങനെ നമുക്ക് L2-ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ, L2 പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു കമ്പനിയിൽ L1 എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ CCNP കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, L2 പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, L1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി ലെവലും L2 ആണെന്നുണ്ടെങ്കിൽ സാലറി ലെവലും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. L1-ൻ്റെ ഏകദേശം ഡബിളോ അല്ലെങ്കിൽ അതിനെക്കാട്ടും ഡബിളൊക്കെയാണ് നമുക്ക് L2 റേഞ്ചിൽ നമുക്ക് സാലറി ഉണ്ടാവുക. ഇത് കൂടാതെ ഒരു L3 പ്രോഗ്രാമുണ്ട്. അപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഇതേമാതിരി L2 പൊസിഷനിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഒരു കമ്പനിയിൽ L2 എഞ്ചിനീയറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് L3 പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. ആ ഒരു കോഴ്സ് 6 മന്ത്സ്, ഏകദേശം 6 മന്ത്സോളം ഉണ്ടാകും കോഴ്സ്. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് L3-ലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ CCI കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡയറക്റ്റ് L3-ലേക്ക് എൻട്രി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ L2 എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അവർക്ക്. ഇനി ഇത് കൂടാതെ ആർക്കിടെക്റ്റ് ലെവലുള്ള ഒരു പ്രോഗ്രാമും ഉണ്ട്. അതായത് ഒരു നെറ്റ്വർക്ക് ഒരു പ്രൊജക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ LLD HLD എങ്ങനെ ക്രിയേറ്റ്, അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു L4 ലെവലിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത്, നമ്മളെ ഇതുവരെ നെറ്റ്വർക്ക് ട്രെയിനിങ്ങിൻ്റെ ഹിസ്റ്ററിയിൽ ഇല്ലാത്തൊരു പ്രോഗ്രാമാണ് ശരിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പ്രോഗ്രാം നമ്മൾ അനൗൺസ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഗൂഗിളിലും ChatGPT-യിലും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം വേറെ ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വേറെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആരും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, അതായത് വേൾഡിൽ തന്നെ ഫസ്റ്റ് ടൈം നമ്മളാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് കോഴ്സുകൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ടെക്നിക്കൽ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു സീനിയർ ടെക്നിക്കൽ ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനിലുള്ള ആൾ അവരുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഒരു 50 lakh അല്ലെങ്കിൽ അതിനേക്കാട്ടും എബോവ് ഒക്കെ ആയിരിക്കും അവരുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അവർ ഓൾറെഡി അവരുടെ ടൈം എന്ന് പറയുന്നത് ഹൈലി ഷെഡ്യൂൾഡ് ആയിരിക്കും. അപ്പോൾ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള ഒരു എൻജിനീയർക്ക് ഒക്കെ, ഒരു ടെക്നിക്കൽ ഡയറക്ടറോ ആയിട്ടിരിക്കുന്ന ഒരു എൻജിനീയർക്ക് നിങ്ങൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം നോർമലി ഉണ്ടാവില്ല. അപ്പോൾ പക്ഷേ നമ്മൾക്ക് ഇവിടെ ഇതേപോലെ കമ്പനികളിൽ നിന്ന് ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ അവരുടെ കമ്പനി റിസൈൻ ചെയ്ത് വന്നിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വെക്കേഷൻ ടൈമിലും അല്ലെങ്കിൽ അവരുടെ ഫ്രീ ടൈമിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിന് ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ഡ്രീമാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് എൻജിനീയേഴ്സിനെ, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിനെ വേൾഡിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ടീച്ചിങ്ങും ട്രെയിനിങ്ങും കിട്ടുന്നുണ്ട്. ഈ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻട്രി ലെവലിലുള്ള, അതായത് നമ്മളെ കോഴ്സ് ലെവലിലുള്ള നോളജ് തരാൻ വേണ്ടിയിട്ട് സാധാരണ ട്രെയിനർമാരായിരിക്കും ഉണ്ടാവുക. പക്ഷേ മെൻറ്റർഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, ടീച്ചിങ്ങും ഇത് കഴിഞ്ഞ് മെൻറ്റർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോരുത്തർക്കും ഈ
ടോപ്പ് ലെവലിലുള്ള ട്രെയിനർമാരായിട്ടുള്ള 1-to-1 ഇൻട്രാക്ഷനും അവരായിരിക്കും ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അവർ പ്രൊവൈഡ് ചെയ്തിട്ട് അവരുടെ ലാബുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരുന്ന സമയത്ത് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേറൊരു ടീമും കൂടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു 6 months ആണെങ്കിൽ ആ ഒരു 6 months ടോട്ടലി നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 100% ഒരു നിങ്ങൾ വിചാരിച്ചൊരു സാലറി ലെവലിലേക്ക് എന്തായാലും നിങ്ങൾ പ്ലേസ്മെൻറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ പൊസിഷനിലുള്ള L4 എൻജിനീയേഴ്സ് ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം പക്ഷേ നമ്മൾ കേരളത്തിലെ സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നത് ഇംഗ്ലീഷിലേക്ക്, ഈ ട്രെയിനിങ് ഉണ്ടാവുക ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ മീൻസ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ കാൻഡിഡേറ്റ്സിൻ്റെ സ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ഒരുപാട് നോളജ് ഉണ്ടാവും, ബുക്കിഷ് നോളജ് ഉണ്ടാവും, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷേ റിയൽ വേൾഡ് എൻവയോൺമെൻറ്റിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് ചലഞ്ച് വരികയാണെങ്കിൽ ആ കാൻഡിഡേറ്റ് അതിനെ ഫേസ് ചെയ്യാൻ എങ്ങനെ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാം, അതിനുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ എന്തായാലും ഇതിനകത്ത് നെറ്റ്വർക്ക് ഡിവൈസുകളും മോണിറ്ററിംഗ് ഡിവൈസുകളും ടിക്കറ്റിംഗ് ഡിവൈസുകളും നെറ്റ്വർക്കിങ്ങിനകത്ത് നിങ്ങളൊരു ലൈവ് എൻവയോൺമെൻറ്റിൽ പോയി കഴിഞ്ഞാൽ, ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ടൂൾസും നമ്മൾ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ടൂൾസിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങളെ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് എന്ത് ചെയ്യും, ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടി ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ മാറിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾക്ക് വേണ്ടത് റെഡി ടു ജോയിൻ കാൻഡിഡേറ്റ്സിനെയാണ്. ഓക്കെ, അതായത് ഡേ 1 മുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഏതൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാലും ഒരു KT എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ്, നോളജ് ട്രാൻസ്ഫർ പ്രോസസ്സ് ഉണ്ടാവും അവിടെ. എന്നാൽ പോലും അവർ ഗൾഫ് കൺട്രീസിലും ഒക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്നത് മുതൽ അവർ സാലറി കൊടുക്കുന്നത് മുതൽ തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള ആൾക്കാരെയാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ലെവലിലേക്കുള്ള കോൺഫിഡൻസ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും. കാരണം അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ പ്രോബ്ലംസും ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫേസ് ചെയ്ത് കറക്റ്റായിട്ടേക്കും ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ്ലി അവരെന്തായി മാറും, പ്രൊഡക്റ്റീവായി മാറും. ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടെ അവിടുത്തെ ഒരു മെയിൻ വാണ്ടഡ് പേഴ്സണായി മാറും നമ്മുടെ ഈ പ്രോഗ്രാം കഴിയുന്ന കാൻഡിഡേറ്റ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് മീൻസ് ടെക്നോളജികളും, അതായത് ഉദാഹരണത്തിന് SD-WAN ഉണ്ടോ അല്ലെങ്കിൽ ക്ലൗഡ് ഉണ്ടോ, അപ്പോൾ ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും മെത്തേഡുകളും, അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ A to Z, അതായത് ഒരു L1 എഞ്ചിനീയർ, ഇപ്പം നമ്മൾ L1 ആയിട്ടോ L2 ആയിട്ടോ L3 ആയിട്ടോ ഏതാണെങ്കിലും അത് നെറ്റ്വർക്ക് എഞ്ചിനീയറിങ്ങിലും സെക്യൂരിറ്റി എഞ്ചിനീയറിങ്ങിലും നിങ്ങളെ സ്കിൽഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജികൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മളുടെ ലാബിനകത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എമൗണ്ട്, ഒരു മോർ ദാൻ 50 lakh നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ലാബിന് വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലാബിലായിരിക്കും നിങ്ങൾ ഈ ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ഇത് കഴിയുമ്പോഴത്തേക്കും സ്റ്റുഡൻസൊക്കെ തന്നെ റിയൽ ടൈം പ്രോബ്ലം സോൾവിങ് സ്കിൽസുമായിട്ടേക്കും ഇറങ്ങുന്നുണ്ടാവുക. ഓക്കെ, ഒരു ചലഞ്ച് വരുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ ആ സ്പോട്ട് ചെയ്യാൻ പറ്റും എന്തായിരിക്കും ഇതിൻ്റെ പ്രോബ്ലം. ഇത് സ്വിച്ചിലുള്ള ഇഷ്യൂ ആയിരിക്കുമോ, അല്ലെങ്കിൽ റൂട്ടറിലുള്ള ഇഷ്യൂ ആയിരിക്കുമോ, അല്ലെങ്കിൽ കേബിളിങ്ങിലുള്ള ഇഷ്യൂ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഫയർവാളിൻ്റെ ഇഷ്യൂ ആയിരിക്കുമോ, നാറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കുമോ,
അല്ലെങ്കിൽ ലോഡ് ബാലൻസറിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്നൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ ആൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ആ പ്രോബ്ലം പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രബിൾ ഷൂട്ടിംഗ് സ്കില്ലൊക്കെ തന്നെ അവർക്ക് റിയൽ ടൈം എൻവയോൺമെൻറ്റിൽ മാനേജ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് ഫ്രം എക്സ്പേർട്സ്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അത് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്, അതായത് മോർ ദൻ 20 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഇൻഡസ്ട്രി എക്സ്പേർട്സ്, ഇൻഡസ്ട്രി ലീഡിങ് എക്സ്പേർട്സാണ് ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളുമായിട്ട് 1-to-1 ആയിട്ട് നിങ്ങളെ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു റിയൽ വേൾഡ് ഇൻസൈറ്റ്സും അവരുടെ സ്ട്രാറ്റജീസും അവരുടെ ബെസ്റ്റ് പ്രാക്ടീസസും എത്രയോ വർഷങ്ങളായിട്ടുള്ള അതൊക്കെ വെച്ചിട്ട് നിങ്ങളെ ലേണിംഗ് സ്കില്ലിനെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് ഈ മെൻറ്റർഷിപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും ആ എംപ്ലോയബിലിറ്റി ലെവലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ആവും. അതായത് നിങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഹൈ റിസ്ക് എൻവയോൺമെൻറ്റിൽ, നിങ്ങളൊരു ഹൈ പ്രഷർ എൻവയോൺമെൻറ്റിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ പോലും അവിടെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് അതിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കത് ക്ലിയർ ആക്കി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടെ നിങ്ങൾ അറ്റൈൻ ആവും. ഓക്കെ, പിന്നെ അത് സ്വാഭാവികമായിട്ടും അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ലൈവ് എൻവയോൺമെൻറ്റ്സിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി നിങ്ങൾ നേടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഒരു നെറ്റ്വർക്ക് ഇൻഡസ്ട്രിക്കും നമ്മളൊരു വലിയൊരു ഗെയിനാണ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ, നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഇറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസും മോക്ക് സെഷൻസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് റിയൽ എൻവയോൺമെൻറ്റിൽ നിങ്ങൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻസും അതെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ടാക്കിൾ ചെയ്യേണ്ടത്, അത് മാനേജ് ചെയ്യേണ്ട മെത്തേഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് നമുക്ക് കിട്ടുന്നതോടുകൂടി, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ട്രെയിനിങ്ങും അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, മോക്ക് ഇൻ്റർവ്യൂസ് ചെയ്യും. റിയൽ എൻവയോൺമെൻറ്റിലുള്ള എക്സ്പേർട്സ് നിങ്ങളെ റിയലായിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളെ സ്ട്രോങ് ഏരിയ എന്താണ്, എവിടെയാണ് നിങ്ങൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലായി അതൊക്കെ നിങ്ങളെ ഫുൾഫിൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളെ ആക്ച്വൽ ജോബ് ഇൻ്റർവ്യൂവിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു 100% അഷുറൻസ് പ്രോഗ്രാമാണ്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാലറി ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡഡ് നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുന്ന് തരുന്ന ട്രെയിനിങ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പിന്നെ വേറൊരു കാര്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് ലാംഗ്വേജ് സ്കില്ലും കൂടെ വേണം. അപ്പോൾ ലാംഗ്വേജ് സ്കില്ല് ഇല്ലാത്തവർക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷോ അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അവിടെ പഠിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഇൻഹൗസ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങളെ ലാംഗ്വേജ് ലെവലും നിങ്ങൾക്ക് മെൻറ്ററിങ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ട്രെയിനർമാർ നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു ഫീൽഡിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് എല്ലാ മാസങ്ങളിലും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വെബിനാർ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്ത് ഏതൊക്കെ ടെക്നോളജികളാണ് വരുന്നത്, ഏതൊക്കെ ടൂൾസാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസൊക്കെ അതിൽ നമുക്ക് അവൈലബിൾ ആവും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you everyone.